ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IUIനെ പറ്റിയാണ്. IUIനെ പറ്റി നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ബാലൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ടോ നിങ്ങൾക്ക് അത് കാണുവാണെങ്കിൽ കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടും. ഈ ഇതിൽ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ IUI എന്താണെന്നും IUI ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ റിലേറ്റഡ് സംശയങ്ങൾ കമൻറ്റുകളായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് IUIനെ പറ്റിയാണ്. IUIനെ പറ്റി എന്ന് പറയുമ്പം IUI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രഗ്നൻസി എന്താ പറയുക ഒരു വലിയ ഇഷ്യൂസ് അല്ലാതെ IVFിലേക്കൊക്കെ പോകേണ്ട അത്ര ഇഷ്യൂസ് ഇല്ലാതെ നമ്മൾ IVF ചെയ്യുന്നതിന് മുന്നേ ഒരു ട്രയൽ പോലെയും അല്ലെങ്കിൽ IUI ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസാണ് കൂടുതലായിട്ടും IUI ചൂസ് ചെയ്യുന്നത്. അതിനെ പറ്റി നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയുള്ളവർക്കാണ് IUI വേണ്ടതെന്നുള്ളത്. സോ അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടാൽ മതി. ഇപ്പം നമ്മളിവിടെ പറയുന്നത് IUI പെയിൻഫുള്ളാണോ, IUI എന്താണ്, എങ്ങനെയാണ് IUI ചെയ്യുമ്പോഴത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് IUI ചെയ്യുന്നതിന് മുൻകൂടിയായിട്ട് നമുക്ക് ഇഞ്ചെക്ഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഫോളിക്കുലർ സ്റ്റഡി നോക്കി നമ്മൾ എന്നാണ് ഫോളിക്കുലർ റപ്ചർ ആവുന്നതെന്നൊരു ഡേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. ആ ഡേറ്റിൽ റപ്ചറായി നമ്മൾ ആ ഇഞ്ചെക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ HCG ഇഞ്ചെക്ഷനെല്ലാം എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ IUI ചെയ്യാൻ വരുന്നത്. റപ്ചറായി 24 hours ആയിരിക്കും നമ്മുടെ എഗ്ഗ് സ്പേമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈം പീരീഡിലായിരിക്കും ഡോക്ടർ നമ്മൾക്ക് IUI പറയുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ സ്പേം നമ്മൾ തലേദിവസം അവിടെ കൊടുക്കുകയോ സാമ്പിൾ കൊടുക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ അന്ന് രാവിലെ നമ്മൾ IUI ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ട് പോകുന്ന അന്ന് രാവിലെയോ ആയിരിക്കും നമ്മൾ സാമ്പിൾ കൊടുക്കുന്നത്. ഈ സാമ്പിൾ കൊടുത്തതിന് ശേഷം അവർ സാമ്പിൾ വാഷ് ചെയ്ത് അതിന് നല്ല ചലനവും നല്ല മൊബിലിറ്റിയൊക്കെ ഉള്ള ഒരു എന്താ പറയുക, അവർ കുറച്ച് സ്പേംസ് കളക്ട് ചെയ്ത് അതൊരു മീഡിയത്തിലിട്ട് വാഷ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ യൂട്രസിലേക്ക് അവർ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തതിന് ശേഷം സാമ്പിൾ പ്രിപ്പയർ ആവുന്നത് വരെ നമ്മളോട് വെള്ളം കുടിക്കാൻ പറയും. ആ ടൈമിൽ നമ്മൾ വെള്ളം കുടിച്ച് നമ്മുടെ എന്താ പറയുക IUI ചെയ്യുന്ന സമയത്ത് അൾട്രാസൗണ്ട് ഗൈഡൻസോടെ ആയിരിക്കും ചെയ്യുന്നത്. സോ ആ സമയത്ത് നമുക്കിതിനെ കാണാൻ വേണ്ടി, അതായത് കറക്റ്റ് ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടി നമ്മളോട് വെള്ളം കുടിക്കാൻ പറയും. നമ്മൾ വെള്ളം കുടിച്ച് സെറ്റാവുന്ന സമയം കൊണ്ട് നമ്മുടെ സ്പേം നമ്മുടെ കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും, വാഷ്ഡ് സ്പേം വന്നിട്ടുണ്ടായിരിക്കും. സോ അതിന് ശേഷം നമ്മൾ OTയിലാണെങ്കിൽ OTയിൽ, ചിലർ പ്രൊസീജിയർ റൂമിലായിരിക്കും ചെയ്യുന്നത്. പ്രൊസീജിയർ റൂമിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യും. ഡോക്ടർ നമ്മളുടെ വജൈനൽ ത്രൂ നമ്മുടെ സെർവിക്സിനകത്തോട്ടൊരു കത്തീറ്റർ വെച്ച് നമ്മുടെ യൂട്രസിനകത്തേക്കായിരിക്കും വാഷ്ഡ് സ്പേമിനെ അവർ എന്താ പറയുക കടത്തി വിടുന്നത്. കടത്തി വിട്ടതിന് ശേഷം നമ്മളോട് ഇപ്പോൾ നമ്മൾ റൈറ്റ് ഓവറിയിലാണോ ലെഫ്റ്റ് ഓവറിയിലാണോ നമുക്ക് കൂടുതലായിട്ട് അല്ല നമ്മൾ ആ ഒരു ഫോളിക്കിൾസിൻ്റെ എവിടെയായിരുന്നു ആ ഫോളിക്കിൾസ് റപ്ചർ ആയിട്ടുള്ള ആ സൈഡിലേക്ക് നമ്മളോട് അവർ ചെരിഞ്ഞ് കുറച്ച് നേരം നമ്മളോട് കിടക്കാൻ പറയും. ഇത്രയാണ് ആക്ച്വലി IUI എന്ന് പറയുന്നൊരു പ്രൊസീജിയർ നടക്കുന്നത്. ഈ IUI പ്രൊസീജിയറിൻ്റെ സമയത്ത് സെർവിക്സിലൂടെ കത്തീറ്റർ ഉള്ളിലേക്ക് കയറുന്ന പെയിനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിയുന്നില്ല. കാരണം അതൊരു നേരത്തെ സിറിഞ്ച് പോലെ ഒരു ഐറ്റമാണ്, അത് നമുക്ക് പെയിനൊന്നും ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ IUI പ്രൊസീജിയർ ഒരിക്കലും ഒരു പെയിൻഫുൾ പ്രൊസീജിയറൊന്നും അല്ല. IUI രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡേ കെയറിൽ ഒരു 10 മിനിറ്റ് പോലും ടൈം എടുക്കുന്നില്ല. ഇത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നൊരു ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളം കുടിക്കാനും ഈ സ്പേം വാഷ് ചെയ്ത് വരാനുള്ള ടൈം അത് പ്രിപ്പയർ ചെയ്ത് അവർ കൊണ്ടുവരികയാണ്. അപ്പോൾ അത്രയുമുള്ളൊരു ടൈം മാത്രമാണ് IUIക്ക് നമ്മളൊരു ദിവസം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്നത്. IUI കഴിഞ്ഞിട്ട് അഡ്മിഷനോ കാര്യങ്ങളോ ഒന്നും പറയാറില്ല. അവരത് കഴിഞ്ഞിട്ട് നമ്മളോട് ഞാൻ ഈ പറഞ്ഞ പോലെ 10 അല്ലെങ്കിൽ 20 മിനിറ്റ് അവർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വിടും. റെസ്റ്റ് ചെയ്യാൻ വിട്ടതിന് ശേഷം അവർ തിരിച്ചു പോകാൻ പറയും. പിന്നെ നമ്മളോട് 14ാമത്തെ ദിവസം അല്ലെങ്കിൽ 12ാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ പറയും. ആ കൂടെ നമുക്ക് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് തരുന്നുണ്ടായിരിക്കും. ഈ 12 ദിവസം നമ്മൾ ടാബ്ലറ്റ് വജൈനയിൽ ഇൻസേർട്ട് ചെയ്യാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും നമ്മൾ ആ ടാബ്ലറ്റ് എടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു IUI പ്രൊസീജിയർ കടന്നു പോകുന്നത്. ഈ ഞാൻ പറഞ്ഞ ഈ ഒരിടത്ത് നമ്മൾക്കൊരു പെയിൻ അനുഭവപ്പെടുകയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യുന്ന കാര്യം 2 ദിവസം നോർമലായിട്ട് നമ്മൾ റെസ്റ്റ് പറയുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ നോർമലായിട്ട് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകാം. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് തിരിച്ച് പോകാവുന്നതാണ്. സോ ഒരിക്കലും IUI ഒരു പെയിൻലെസ് പ്രൊസീജിയർ അല്ല. IUIയുടെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ IUI ഒരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ടെൻഷൻ ആകുന്നതിന് മുന്നേ നമുക്കൊരു അറ്റംപ്റ്റ് എന്ന രീതിയിലൊക്കെ നമുക്ക് IUI ചൂസ് ചെയ്യാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നമ്മൾ എന്താ പറയുക
ഒത്തിരി അങ്ങ് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ നമ്മൾ IVF അങ്ങനെയൊക്കെ ചിന്തിച്ച് വെറുതെ തലപോയിക്കുന്ന സമയത്ത് IUI അത്ര കോസ്റ്റ്ലി അല്ല. നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും IUI ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്കറിയില്ല ഇതിനെപ്പറ്റി. നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഡോക്ടറോട് തന്നെ, ഓരോരുത്തരുടെ കണ്ടീഷൻസ് അനുസരിച്ചല്ലേ IUI ഇപ്പോൾ 2-3 വട്ടം ചെയ്തിട്ട് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടർ IVF പറയും. അത് റീസൺ എന്താണ് ഫെയിലിയർ ആവുന്നത്, അത് ഡിപ്പെൻഡിങ് ആണ് നമുക്ക് വരുന്നത്. അപ്പം നമ്മളൊരു ഡോക്ടറെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ IUI പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. വെരി സിമ്പിൾ പ്രൊസീജിയർ. അത് നമുക്കൊരു പെയിൻഫുള്ളാണ് എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ ഈ IUIയുടെ തലേന്നിരുന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെയിനൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്രൈവറ്റ് പാർട്ട് നമ്മൾ ഒരു ഗൈനക്കിനെ കാണാൻ പോകുമ്പോൾ അവർ എക്സാമിൻ ചെയ്യുന്ന അത്ര ഒരു ഇതേ നമുക്ക് വരുന്നുള്ളൂ. അതിൽ കൂടുതൽ നമുക്കൊരു പെയിൻഫുള്ളായിട്ടൊരു എഫക്റ്റ് വരുന്നില്ല. സോ നമ്മൾ ടെൻഷൻ ആകാതെ ഫ്രീ ആയിട്ട് സ്ട്രെസ് എടുക്കാതെ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സക്സസ് ആവട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ ആരും പോകരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ കമൻറ്റുകളായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.